മാങ്ങാ പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ഒരു മാങ്ങ കുറച്ച് ചെനച്ചത്, കുറച്ചൊരു പഴുക്കാറായത്, എന്നാൽ ഒത്തിരി മധുരം വേണ്ട, ഈ ഒരു പാകമാണ് നല്ലത്. നല്ല പച്ചയും ആയിരിക്കണം, എന്നാൽ ഇച്ചിരി ചുമന്ന് വരുന്ന പോലത്തെ മാങ്ങ. ഇത് തൊലിയെല്ലാം നന്നായി ചെത്തിയിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞ് പൊടിയായി അരിയണം. ആ മാങ്ങ മുഴുവനും ഇതുപോലെ പൊടിയായി അരിഞ്ഞ് രണ്ട് പച്ചമുളക് കൂടി ഇതിലേക്ക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞിടണം. പിന്നീട് ഒരു മിക്സിയിൽ ഒരു കപ്പ് തേങ്ങ, ഒരു ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കടുക്, ഇതെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുക്കണം. അല്പം വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ. അതിനുശേഷം ഒരു പാനിലേക്ക്, സ്റ്റൗ ഓൺ ചെയ്യാറായില്ല, ഒരു പാനിലേക്ക് ഈ മാങ്ങ അരിഞ്ഞതുമിട്ട് തേങ്ങ അരച്ചതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു അല്പം വെള്ളം, ഒട്ടും കൂടി പോകണ്ട, അല്പം വെള്ളവും 1 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യണം. അതിനുശേഷം വെള്ളം വേണമെങ്കിൽ അല്പം കൂടി ചേർക്കാവുന്നതാണ്. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. തിളയ്ക്കേണ്ട, ആ ഒരു സ്റ്റേജ് വരെ മാങ്ങയൊന്ന് വേവുന്ന പോലെ കുറച്ച് തീ നന്നായി കുറച്ച് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി ചൂടായി മാങ്ങയൊന്ന് ആ പച്ച മാറുന്നത് പോലെ ആകുമ്പോൾ അതിനെ നമുക്ക് വിളമ്പാനുള്ള ബൗളിലേക്ക് ഇടാവുന്നതാണ്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായി ഒന്ന് മൂത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് ആ പച്ചടിയിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പവും രുചികരവുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.